PSC Bulletin, May 1st, 2024, Current Affairs. വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീം. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയതിനാണ് റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ലഭിച്ചത് ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്? ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്ര. നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി നിയമിതനായി. ഇപ്പോഴത്തെ നാവികസേനാ മേധാവിയായി നിയമിതനായതാരാണ്? വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജ. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നാദെല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നാദെല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാട്ടി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം. ലോക ടെന്നീസ് 1ാം റാങ്കിങ്ങിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി MP സ്നേഹലത നിയമിതയായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിതയായത് MP സ്നേഹലത. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൺ നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം ഏത് ജില്ലയിലാണ് കണ്ടെത്തിയത്? പാലക്കാട്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. ദിവ്യപ്രഭ,
കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. ഫോബ്സ് ബില്യനേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. ഫോബ്സ് ബില്യനേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17കാരൻ ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഡി ഗുഗേഷ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇന്ത്യയുടെ 17കാരൻ ഡി ഗുഗേഷ്. സംഗീത സംവിധായകൻ KG ജയൻ അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് K ജയൻ മകനാണ്. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയ വിജയന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംഗീത സംവിധായകൻ KG ജയൻ അന്തരിച്ചു. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയന്മാരിൽ ഒരാളാണ് KG ജയൻ. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെൻഡ് ഹോൾസൺ ബെയിൻ അന്തരിച്ചു. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെൻഡ് ഹോൾസൺ ബെയിൻ അന്തരിച്ചു. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്നു സുധീർ കക്കാർ. അദ്ദേഹം അന്തരിച്ചു. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ കക്കാർ അന്തരിച്ചു.